ഇതാ സൂപ്പ് കുടിച്ചിട്ട് പോയാ മതി. സൂപ്പോ? എന്ത് സൂപ്പ്? മോള് കുടിച്ചു നോക്ക്. ഇനി മോളുടെ ശരീരം നോക്കേണ്ട ചുമതലേ ഈ അമ്മായിക്കാ. എന്റെ കൈകൊണ്ട് വെച്ചുണ്ടാക്കുന്നത് മാത്രം ഇനി എന്റെ മോള് കഴിച്ചാൽ മതി. ഇന്നത്തെ കാലത്തെ ജോലിക്കാരെ ഒന്നും വിശ്വസിക്കാൻ കൊള്ളത്തില്ല. മോളുടെ എല്ലാ കാര്യങ്ങളും അമ്മായി നോക്കിക്കോളാം. സൂപ്പ് കുടിക്ക്. ഇത് കഞ്ഞിവെള്ളമല്ലേ? ആ, നമ്മളിവിടെ ഇതിനെ കഞ്ഞിവെള്ളം എന്ന് പറയും. ഇംഗ്ലീഷുകാർ ഇതിനെ റൈസ് സൂപ്പ് എന്ന് പറയും. വലിയ വലിയ ഹോട്ടലുകളിൽ ചെന്നാലേ ഈ സൂപ്പിന് വലിയ വിലയാ. പക്ഷെ ഇത് രാവിലെ ഒരു ഗ്ലാസ് കുടിച്ചിട്ട് പോയാ ജോലി ചെയ്യുമ്പോ ഒരു ക്ഷീണവും അറിയില്ല. മോള് ധൈര്യമായിട്ട് കുടിച്ചോ. റൈസ് സൂപ്പ് രാവിലെ കഴിക്കുന്നത് നല്ലതാ ചേച്ചി. ഞാൻ ഇന്ന് രാവിലെ ഒരു കപ്പ് സൂപ്പ് കുടിക്കും. മുഖത്തെ നല്ല ഗ്ലാമർ ഉണ്ടാവാൻ നല്ലതാ. എനിക്ക് ഈ ഗ്ലാമർ മതി. തുടക്കം ഗംഭീരം. ഇപ്പൊ അവളെ ഞാൻ കഞ്ഞിവെള്ളം കുടിപ്പിച്ചു. ഇനി കാടിവെള്ളം കുടിപ്പിക്കും ഞാൻ. ആ അമ്മേ, ഞാനിന്ന് ആ മാഡത്തിനെയും സാറിനെയും കാണാൻ പോകുന്നുണ്ട്. നീ ആ പദ്ധതി നടപ്പിലാക്ക്. ഞാനേ അടുക്കള വഴിയുള്ള പദ്ധതി നടപ്പിലാക്കാം. പിന്നെ അമ്മ ഓവർ ആക്ട് ചെയ്ത് നശിപ്പിക്കാതിരുന്നാ മതി. ഇതേ അവന്തികയുടെ അമ്മായി, ലീലാവതി അമ്മായി. മനസ്സിലായോ? മനസ്സിലായി. ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത്? അർച്ചനയ്ക്ക് ഓർമ്മ തിരിച്ചു കിട്ടിയ കാര്യം സച്ചിയോട് പറഞ്ഞാലോ? സച്ചേട്ടനെ സമാധാനിപ്പിക്കാനും കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാനും ഇപ്പോ ആരതിക്ക് മാത്രമേ കഴിയൂ. ആരതി, കുറച്ചു നാളുകൂടി എനിക്ക് ആൾമാറാട്ടം തുടർന്നേ പറ്റൂ. ഗൂഗിളിനെല്ലാം പറഞ്ഞു മനസ്സിലാക്കി തിരിച്ചു വരാൻ എനിക്ക് കുറച്ച് സമയം കൂടി വേണം. അതുവരെ ഈ രഹസ്യം നമ്മൾ രണ്ടുപേരും മാത്രമേ അറിയാൻ പാടുള്ളൂ. വേണ്ട, ഇക്കാര്യം ഇപ്പൊ സച്ചിയോട് പറഞ്ഞ സച്ചി ഭ്രാന്തനെ പോലെ അങ്ങോട്ട് പാഞ്ഞു ചെല്ലും. അതെല്ലാവരെയും ബാധിക്കും. എന്തായാലും കുറച്ചുകൂടെ കാത്തിരുന്നേ പറ്റൂ. വക്കീലും കൂടി എന്നെ അവഗണിച്ച ഞാൻ തകർന്നു പോകും കേട്ടോ. അതിനാരവഗണിച്ചോ? അതൊക്കെ സച്ചിയുടെ വെറും തോന്നല. 2 ദിവസമായിട്ട് എനിക്ക് നല്ല തിരക്കായിരുന്നു. കഴിഞ്ഞ കുറച്ചു നാളായിട്ട് ഞാൻ കാണാത്ത എന്ത് തിരക്കാ വക്കീലെ ഈ 2 ദിവസമായിട്ട്? അത് സച്ചിക്ക് അറിയാഞ്ഞിട്ടാ. പുതിയ ചില കേസുകളൊക്കെ വന്നിട്ടുണ്ട്. അതിന്റെ തലവേദനയായിരുന്നു. എത്ര തിരക്കാണെങ്കിലും വിളിക്കുമ്പോ ഒന്ന് ഫോൺ എടുത്തൂടെ? ഇത്തിരി തിരക്കാണ്, പിന്നെ വിളിക്കാന്ന് പറഞ്ഞാൽ മതിയല്ലോ. വെറുതെ മനുഷ്യനെ ടെൻഷൻ അടിപ്പിക്കാൻ. അപ്പോ സച്ചിയുടെ മനസ്സിൽ എന്നോട് സ്നേഹമൊക്കെ ഉണ്ട്. പക്ഷെ എന്ത് കാര്യം? ഇനി അതൊക്കെ വെറും പാഴ്മോഹങ്ങളാ. അർച്ചനയ്ക്ക് ഓർമ്മ തിരിച്ചു കിട്ടിക്കഴിഞ്ഞു. അധികം താമസിയാതെ അവരൊരുമിച്ച് ചേരുകയും ചെയ്യും. അപ്പൊ പിന്നെ ഞാൻ ആരാ? വേണ്ട, ആരുടെയും ജീവിതത്തിന് ഒരു ശല്യം ആവാതെ ഒഴിഞ്ഞു മാറിയേക്കാം. പക്ഷെ ഞാൻ എത്രയൊക്കെ ശ്രമിച്ചിട്ടും സച്ചി എന്റെ ഉള്ളിൽ നിന്ന് പറിച്ചറിയാൻ കഴിയുന്നില്ലല്ലോ ഈശ്വര. അങ്ങനെയാണ് അനിരുദ്ധന്റെ സുഹൃത്തുക്കളെ കുറിച്ച് അന്വേഷിച്ചത്. ആ അന്വേഷണം ചെന്നെത്തിയത് നിങ്ങളായിരുന്നു. അനിരുദ്ധനോട് എനിക്ക് വളരെയധികം കടപ്പാടുണ്ട്. എന്റെ ബിസിനസ് എല്ലാം തുടങ്ങിയത് ഒരു തിയേറ്ററിൽ നിന്നാ. ആ തിയേറ്റർ വാങ്ങാൻ അന്ന് എന്നെ സഹായിച്ചത് മോളുടെ അച്ഛൻ അനിരുദ്ധനാണ്.
ഇനി നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. സി മിസ്റ്റർ മേനോൻ, അനിരുദ്ധന്റെ മരണം ക്ലീനായ ഒരു കൊലപാതകമാണ്. അവന്തിക തന്നെയാണ് ചെയ്യുന്നുള്ള എല്ലാ തെളിവുകളും നമ്മുടെ കയ്യിലുണ്ട്. ആ കേസില് നിങ്ങളാണ് വാദി. മനസ്സിലായി സാർ. അനിരുദ്ധത്തിന് വേണ്ടി അത്രയെങ്കിലും ചെയ്യാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഇവളെനിക്ക് മകളെ പോലെയാണ്. സത്യത്തിൽ ഇവർ എവിടെയായിരുന്നു എന്ന് ഇത്രയും കാലം എനിക്ക് അറിയില്ലായിരുന്നു. ഞാനും അമ്മയും ഇതുവരെ ഒരു വാടക വീട്ടിലായിരുന്നു. അച്ഛന്റെ മരണശേഷം ഇവര് ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിച്ചിട്ടുണ്ട്. ഞങ്ങളെ സഹായിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. ഇവര് വരുമ്പോഴാണ് യഥാർത്ഥത്തിൽ സത്യങ്ങൾ ഞങ്ങൾ അറിയുന്നത്. മോള് വിഷമിക്കണ്ട. ഇനി നമുക്ക് ഒരുമിച്ച് നീങ്ങാം. എന്ത് സഹായത്തിനും ഞാനുണ്ടാവും. അവന്തിക എന്ന പൊതുശല്യത്തെ വേരോടെ പിഴുതെറിയാൻ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നിൽക്കണം. ഇന്നു മുതൽ അവരുടെ കൗണ്ട് ഡൗൺ തുടങ്ങി കഴിഞ്ഞു. എന്റെ അച്ഛനെ കൊന്നവരെ ഞാൻ വെറുതെ വിടില്ല. എല്ലാവർക്കും അവന്തിയോട് തീർക്കാൻ ഓരോ കണക്കുകളുണ്ട്. നാളെ മറ്റന്നാളോ നമുക്ക് കേസ് ഫയൽ ചെയ്യണം. അഡ്വക്കേറ്റ് ഓഫീസിൽ നിങ്ങൾ ചെന്ന് ഒപ്പിട്ട് കൊടുത്താൽ മാത്രം മതി. ബാക്കിയെല്ലാം അവര് നോക്കിക്കോളൂ. ഗൂഗിളെ വിളിക്കുന്നു. സാറല്ലേ എടുക്ക്. ഹലോ ഗൂഗിൾ. ആ ഹലോ സമൃദ്ധ, താനെവിടെ? എന്താ ഗൂഗിൾ? എടോ, ഇന്ന് സ്കൂൾ ബസ്സില്ല. കോടതിയിൽ കേസ് കഴിഞ്ഞിട്ടില്ല. മോളെ വിളിക്കാൻ താനൊന്ന് പോവോ? വണ്ടിയും ഡ്രൈവറെയും വീട്ടിലേക്ക് അയക്കാം. അത് വേണ്ട ഗൂഗിൾ, ഞാനൊരു ഓട്ടോയിൽ പോയി മോളെ വിളിച്ചോളാം. എടോ, തനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ അല്ലേ? ഹേയ്, എന്ത് ബുദ്ധിമുട്ട്? മോളെ വിളിക്കാനല്ലേ. ഞാൻ പോയിക്കോളാം. ശരി. ഓ ശരി.